നമ്മൾ ചിലപ്പോൾ ഡിലേഡ് ആവും നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം, വിവാഹം, അല്ലേ? ഞാനിപ്പം മക്കളുടെ കുറിച്ചാണ് പറയുന്നത്, കാരണം ഈ സ്ത്രീയുടെ മകളെക്കുറിച്ച് ആയതുകൊണ്ട് ഞാൻ പറയുക. എല്ലാ കുടുംബത്തിലും നമുക്ക് മക്കളെക്കുറിച്ച് ദുഃഖമുണ്ട്. ഏത് രീതിയിൽ മക്കളങ്ങ് പഠിച്ചെന്നാലും എങ്ങനെ ആയാലും നമുക്ക് പിന്നെയും ദുഃഖമുണ്ട്, എന്തെങ്കിലും ദുഃഖം കാണും, അല്ലേ? അപ്പോൾ അതങ്ങ് ഡിലേഡായി പോവുക, കല്യാണം ഡിലേഡായി പോകുന്നു, വിദ്യാഭ്യാസം അവൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് അഡ്മിഷൻ കിട്ടുന്നില്ല, എല്ലാം ദുഃഖമാണ്. അപ്പന്മാർ ചിലപ്പോൾ ഈ ദുഃഖം കാണിക്കാത്തതാണോ, അവർക്ക് അത്രയും ദുഃഖം വരാത്തതാണോ എന്ന് എനിക്ക് ഇതുവരെ അറിയത്തില്ല. അവർ സാധാരണ കാണിക്കാറില്ല, പക്ഷെ നമുക്കങ്ങ് ദുഃഖമാണ്, അല്ലേ? നമ്മൾ രാത്രിയിലും ഒക്കെ ഇരുന്നങ്ങ് ചിലപ്പോൾ നമ്മൾ കരഞ്ഞു പോകും, അല്ലേ? അയ്യോ, എന്താ എൻ്റെ മോനിങ്ങനെ, എന്താ മോളിങ്ങനെ, അല്ലേ? അപ്പം പിന്നെന്തുവാ, നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് അവരുടെ പ്രശ്നങ്ങൾ ഇക്കാലത്ത് എല്ലാവരും നമ്മൾ അവരുടെ ലൈഫിൽ ഇറങ്ങിച്ചെന്ന് നമ്മൾ അവരെ മനസ്സിലാക്കണം. കാരണം കുഞ്ഞുങ്ങൾ സോഷ്യൽ മീഡിയ അഡിക്ഷൻ, ഡ്രഗ്സ് അഡിക്ഷൻ, പോർണോഗ്രഫി അഡിക്ഷൻ, അല്ലേ? ഇല്ലാത്ത അഡിക്ഷൻസ് ഇല്ല. ഈ കുഞ്ഞുങ്ങൾ എങ്ങനെ നശിച്ചു പോകുന്നു? പിശാച് ഊടാടി സഞ്ചരിക്കുകയാണ് നമ്മളുടെ മക്കളെയൊക്കെ പിടിച്ചുകൊണ്ട് പോകാനായിട്ട്. അതുകൊണ്ട് നമ്മളുടെ കണ്ണെപ്പോഴും അവരുടെ കയ്യിലും അവരുടെ മനസ്സിലും അവരുടെ വാക്കിലും അവരുടെ നോട്ടത്തിലും അവരുടെ ഫോണിലും അവരുടെ ബാഗിലും ഒക്കെ ഉണ്ടായിരിക്കണം. സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളുടെ കാര്യം കൂടെ ഞാൻ പറഞ്ഞത്. കുറച്ച് വലുതായി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം എത്രയൊന്നും പറ്റില്ല, പക്ഷേ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സ്കൂൾ ബാഗ് തപ്പുക, അവരുടെ സാധനങ്ങൾ പരിശോധിക്കുക, അവരുടെ വാക്കുകളിൽ വരുന്ന ചിന്തകളിൽ വരുന്ന വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക. ഒരമ്മയ്ക്ക് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അവരുടെ സൈക്കോളജി മാറുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. അവരുടെ വികാരങ്ങൾ അല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിന് നമ്മൾ അപ്പന്മാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെയാണ് അമ്മമാരെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം അതിൽ നിന്ന് അവർക്ക് കിട്ടിയിരിക്കുന്ന അഡിക്ഷൻസിൽ നിന്ന് എങ്ങനെയെങ്കിലും നമ്മൾ അതിന് മുന്നമേ നമുക്ക് ആ ഫോണിൻ്റെ റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ ടൈം റെസ്ട്രിക്ഷൻ, ടി വി ടൈം റെസ്ട്രിക്ഷൻ ഒക്കെ നമുക്ക് ചെറുപ്പത്തിലേ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അല്ല, ഇതിനകത്തേക്ക് വീഴുന്നെന്ന് നമ്മൾ തോന്നിയാൽ ദൈവസന്നിധിയിൽ മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ കനാന്യ സ്ത്രീയെക്കുറിച്ച് പറ്റുന്നത് പോലെ നമുക്ക് ചിലപ്പോൾ ഡിലേ ആയിരിക്കും, മാസങ്ങൾ പ്രാർത്ഥിച്ച് ശരിയാവുന്നില്ല. ഈ മോനാണെങ്കിൽ ഈ വാശിയാണ്, ദേഷ്യമാണ്, അപ്പനോട് ദേഷ്യമാണ്, മാറി താമസിക്കുകയാണ്. ഇങ്ങനെയൊക്കെ പലർക്കും പ്രശ്നങ്ങൾ പല രീതിയിൽ വരാം. ചിലർ കല്യാണത്തിന് സമ്മതിക്കത്തില്ല. എന്തൊക്കെ പിള്ളേരുടെ കാര്യം, ഇപ്പോഴത്തെ പിള്ളേരെ സൈക്കോളജി നമുക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പല അമ്മമാരും പറയാറുണ്ട്. അപ്പോൾ അത് ഡിലേ ഈസ് നോട്ട് ഡിനായൽ. അപ്പോൾ ദൈവസന്നിധിയിൽ നമുക്ക് താമസം നേരിടുന്നത് എന്തുകൊണ്ടാണ്? ദൈവം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഗോഡ് ഈസ് വർക്കിംഗ് ബിഹൈൻഡ് കേർട്ടൻസ്. നമ്മൾ ഈ കേർട്ടൻ മാത്രമേ കാണുന്നുള്ളൂ, പക്ഷെ അതിനപ്പുറം ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള വിശ്വാസം വേണം. നമ്മളെ ഒരിക്കലും അവൻ അനാഥരായി വിടുകയില്ല. നമുക്ക് കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ വയറ്റിൽ അവനെ ഉരുവാക്കിയിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ ഭാവി അവൻ്റെ കയ്യിലാണ്. അപ്പം അവനേത് യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കിട്ടണം, ഏത് പെൺകുട്ടിയെ കല്യാണം കഴിക്കണം എന്ന് ദൈവം തമ്പുരാൻ അറിയാം. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ഭാരപ്പെടണ്ട, പക്ഷെ പ്രാർത്ഥിക്കണം. നമ്മളുടെ പ്രാർത്ഥനയും ഈ സ്ത്രീയുടെ കണ്ണുനീര് അവളുടെ മകളുടെ ഭൂതത്തെ മാറ്റിയെങ്കിൽ, രോഗത്തെ മാറ്റിയെങ്കിൽ, നമ്മളുടെ കുഞ്ഞുങ്ങളിലെ ഒക്കെ ഓരോ ഭൂതങ്ങൾ കയറിയിട്ടുണ്ട്. ചില ഭൂതങ്ങൾ പല കുഞ്ഞുങ്ങളുടെയും ഇടയിലുണ്ടല്ലേ, ഭൂതഗ്രസ്തരായ കുട്ടികൾ പലരും ഉണ്ട്. അപ്പം അത് പുറമേ ഒരു ഡോക്ടർക്കും ചിലപ്പോൾ ചികിത്സിക്കാൻ പറ്റിയെന്നിരിക്കില്ല, പക്ഷേ അമ്മമാർക്ക് കഴിയും. കണ്ണുനീര് മാത്രം മതി. അപ്പം ടിയേഴ്സ് ഓഫ് എ മദർ വിൽ നെവർ ഫെയിൽ എന്ന് നമ്മൾ എപ്പോഴും ഓർക്കണം. ഒരു കണ്ണുനീര് നമ്മൾ ഒരിക്കലും, അവൻ തുരുത്തിയിലാക്കി വെക്കുമെന്ന് നമ്മൾ പാട്ടിലുണ്ടല്ലേ. ഈ കണ്ണുനീരെല്ലാം കൂടെ തുരുത്തിയിലാക്കി വെക്കുന്നത് എന്തിനാ? അതൊക്കെയാണ് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്, ആ കണ്ണുനീരാണ്. അപ്പം നമ്മൾ പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ കനാന്യ സ്ത്രീയുടെ കാര്യം പറയുന്നത്. മത്തായി 15, മർക്കോസ് 7. നമ്മൾ വേദപുസ്തകം ഒന്നും എടുത്ത് വായിക്കാൻ നേരമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ സ്ത്രീയെ പോലെ നമുക്ക് സമൂഹത്തിൽ സ്ഥാനം വേണമെന്നില്ല, സ്റ്റാറ്റസ് ഇല്ല, നോ നീഡ് ടു ബി പെർഫെക്റ്റ്. നമ്മൾ ഒട്ടും പെർഫെക്റ്റ് അല്ല, ഓടിച്ചെന്നങ്ങ് കരഞ്ഞ് പറയുകയാണ്. ഒൺലി പെർസിസ്റ്റൻറ്റ് ഫെയ്ത്ത്, അല്ലേ? പെർസിസ്റ്റൻറ്റ് ആൻഡ് പെർസിവിയറൻസ്. ഒരിക്കലും ഡിലേ ഡിനായൽ അല്ലെന്ന് മനസ്സിലാക്കുക. ദൈവസന്നിധിയിൽ ഒരു ഡിലേയും ഡിനായൽ അല്ല. ഗോഡ് ഈസ് വർക്കിംഗ് ബിഹൈൻഡ് കർട്ടൻസ്, അല്ലേ? കർട്ടൻ്റെ പുറകിൽ ആരാ പ്രവർത്തിക്കുന്നത്? ദൈവം. അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദൈവം തമ്പുരാനുണ്ട്. നമുക്ക് ധൈര്യവും വേണം, എപ്പോഴും ധൈര്യം വേണം. ആ ധൈര്യമില്ലാത്തവരാണ് പല പ്രശ്നങ്ങൾക്കും പോകുന്നത്. അപ്പം